ഓൺലൈൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസ് 2 ആണെന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകളെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Question number 14. The normal CSF pressure when an individual is lying on his side is option A 10 cm H2O, option B 15 cm H2O, option C 20 cm H2O, and option D 25 cm H2O. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 15 cm H2O എന്നുള്ളതാണ്. Question number 15. The normal adult intracranial pressure is option A 0 to 15 mm of Hg, option B 20 to 40 mm of Hg, option C 60 to 70 mm of Hg, and option D 80 to 100 mm of Hg. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ 0 to 15 mm of Hg എന്നുള്ളതാണ്. Question number 16. An adult brain weight is option A 0.75 kg, option B 1 kg, option C 1.5 kg, and option D 2 kg. ബ്രെയിൻ ഓക്യുപ്പൈ ചെയ്യുന്നത് ക്രേനിയൽ ക്യാവിറ്റിയിലാണ്. ബ്രെയിൻ്റെ വെയിറ്റ് ഏകദേശം 1/50th ഓഫ് ഹ്യൂമൻ ബോഡി വെയിറ്റ് ആയിരിക്കും. 70 കിലോ ഉള്ള ഒരു അഡൾട്ടിൻ്റെ ബ്രെയിൻ വെയിറ്റ് എന്ന് പറയുക ഏകദേശം 1.4 kg ആയിരിക്കും. ഈ 1.4 kg എന്ന് പറയുന്നത് 1/50th ഓഫ് 70 kg ആണ്. ആവറേജ് ബ്രെയിൻ വെയിറ്റ് എന്ന് പറയുന്നത് 1.3 kg ടു 1.5 kg ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 1.5 kg എന്നുള്ളതാണ് ശരി ഉത്തരം, ഓപ്ഷൻ സി. Question number 17. Brain stem comprises option A midbrain, option B pons, option C medulla oblongata, option D all the above. ഹ്യൂമൻ ബോഡിയിലെ നെർവസ് സിസ്റ്റത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഓക്യുപ്പൈ ചെയ്യുന്നത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. ഈ ബ്രെയിനിൻ്റെ 3 കോമ്പോണൻ്റ് ആണ് സെറിബ്രം, സെറിബെല്ലം ആൻഡ് ബ്രെയിൻ സ്റ്റെം. ഈ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ 3 കോമ്പോണൻറ്റ്സ് എന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ, മിഡില ഒബ്ലങ്ങേറ്റ ആൻഡ് പോൺസ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം ബ്രെയിൻ സ്റ്റെം കോംപ്രൈസസ് ഡാഷ് എന്നുള്ളതാണ്. അതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ദി എബവ് എന്നുള്ളതാണ്. Question number 18. The brain receives about dash of the cardiac output. Option A 5%, option B 10%, option C 15%, and option D 20%. കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ 15% ഓഫ് ബ്ലഡ് ആണ് ഹ്യൂമൻ ബ്രെയിനിലേക്ക് പമ്പ് ചെയ്യുക. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 മിനിറ്റ് സർക്കുലേറ്ററി സിസ്റ്റം പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് ആണ്. ഇത് ഏകദേശം 750 ml പെർ മിനിറ്റ് ആണ് ഉണ്ടാവുക. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 15% എന്നുള്ളതാണ്. Question number 19. The largest part of the brain is option A cerebrum, option B cerebellum, option C medulla oblongata, option D spinal cord. സെറിബ്രം ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ എന്ന് വിളിക്കുക സെറിബ്രത്തെയാണ്. സെറിബ്രം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ്. ഓരോ ഹെമിസ്ഫിയറും അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സിനെ ബന്ധിപ്പിക്കുന്ന ഒരു നെർവ് ഫൈബേഴ്സ്, അതിനെ കോർപ്പസ് കൊലോസം എന്നുള്ള വേർഡ് കൊണ്ട് വിളിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ സെറിബ്രം. Question number 20. The exposed areas of the folds seen in cerebrum is known as option A gyri, option B sulci, option C longitudinal fissure, option D corpus callosum. ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്പോസ്ഡ് ഏരിയാസ് ഓഫ് ദ ഫോൾഡ്സ് സീൻ ഇൻ സെറിബ്രം എന്താണ് എന്നുള്ളതാണ്. എക്സ്പോസ്ഡ് ഏരിയാസ് ഓഫ് ഫോൾഡ് എന്ന് പറയുക സെറിബ്രത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗത്തിലുള്ള മടക്കുകളെ എന്തെന്നാണ് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറിബ്രൽ കോർട്ടെക്സിൽ കാണുന്ന ഈ മടക്കുകളെ ഗൈറ അല്ലെങ്കിൽ കൺവൽഷൻസ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഈ മടക്കുകളുടെ ഇടയിൽ കാണുന്ന ചെറിയ കുഴികൾ ഫിഷേഴ്സ് എന്നാണ് അതിനെ പറയുക, അതിനെ സൾക്ക എന്നുള്ള പേരുകൊണ്ടും വിളിക്കുന്നു. ഇത് രണ്ടും സൾക്കയും ഗൈറയും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗൈറ.
Question number 21. Each hemisphere of the cerebrum is divided into option A 2 lobes, option B 3 lobes, option C 4 lobes and option D 5 lobes. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ 4 ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 1 ഫ്രണ്ടൽ ലോബ്, 2 പെറൈറ്റൽ ലോബ്, 3 ടെമ്പോറൽ ലോബ്, 4 ഓക്സിപിറ്റൽ ലോബ്. ഓരോ ലോബുകളും ഇവിടെ ഒരു പിക്ചറിൽ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ടൽ ലോബിനെയും പെറൈറ്റൽ ലോബിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു മാർക്കേഷനെയാണ് സെൻട്രൽ സൾക്കസ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുക. അതുപോലെ ഫ്രണ്ടൽ ലോബും ടെമ്പറൽ ലോബും പെറൈറ്റൽ ലോബിൻ്റെയും ഇടയിലുള്ളത് ലാറ്ററൽ സൾക്കസ് ആണ്. അതുപോലെ തന്നെ ടെമ്പറൽ ലോബിനെയും ഓക്സിപിറ്റൽ ലോബിനെയും പെറൈറ്റൽ ലോബിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് പെറൈറ്റോ ഓക്സിപിറ്റൽ സൾക്കസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെറിബ്രൽ ഹെമിസ്ഫിയറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എത്രയായിട്ടാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി 4 ലോബ്സ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 22. Functions of cerebral cortex includes option A memory and intelligence, option B pain perception, option C voluntary muscle control, option D all the above. സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഒരു പ്രത്യേക ഭാഗങ്ങൾ ഓരോ നിശ്ചിതമായിട്ടുള്ള പ്രവൃത്തികൾക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടും കോമൺ ആയിട്ടും നടക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഹയർ മെൻ്റൽ ഫങ്ഷൻസ് ആണ്. ലൈക്ക് മെമ്മറി, ഇൻ്റലിജൻസ്, തിങ്കിങ്, റീസണിങ്, മോറൽ സെൻസ്, ലേണിംഗ്, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ചില ഭാഗങ്ങൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു. സെൻസറി പെർസെപ്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുക. സെൻസറി പെർസെപ്ഷൻ ലൈക്ക് പെയിൻ സെൻസേഷൻ, ടെമ്പറേച്ചർ, ടച്ച്, വിഷൻ, ഹിയറിംഗ്, ടേസ്റ്റ്, സ്മെൽ എക്സെട്ര. 3 സ്കെലിറ്റൽ മസിൽസ്, അതായത് വോളണ്ടറി മസിൽ കൺട്രോളും അതിൻ്റെ ഇനിഷ്യേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആക്റ്റീവ് റോൾ വഹിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫംഗ്ഷനുകളാണ് സെറിബ്രൽ കോർട്ടെക്സ് നടത്തുക. അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ഏരിയ ആയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ഏരിയ, ഓഡിറ്ററി ഏരിയ, വിഷ്വൽ ഏരിയ, സൊമാറ്റോ സെൻസറി ഏരിയ. സൊമാറ്റോ സെൻസറി ഏരിയയിലാണ് സെൻസേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുക. ബ്രോക്കാസ് ഏരിയ, ബ്രോക്കാസ് മോട്ടോർ ഏരിയ, ഇവിടെ മോട്ടോർ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട എസ്പെഷ്യലി മൂവ്മെൻറ്റ്സ് ഓഫ് ദ സ്പീച്ച് മസിൽസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ടേക്ക് പാർട്ട് ചെയ്യുന്നു. ഓർത്ത് വയ്ക്കുക, സെറിബ്രൽ കോർട്ടെക്സ് ഹയർ മെൻ്റൽ ഫങ്ഷൻ, സെൻസറി പെർസെപ്ഷൻ, മസിൽ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ജനറലായിട്ടല്ല സെറിബ്രൽ കോർട്ടെക്സ് ഫംഗ്ഷൻ ചെയ്യുക. സെറിബ്രൽ കോർട്ടെക്സിൻ്റെ ഓരോ സ്പെസിഫിക് ഏരിയയാണ് ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകളിൽ ഇൻവോൾവ് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ദി അബവ് എന്നുള്ളതാണ്. മെമ്മറി, ഇൻ്റലിജൻസ് ഹയർ മെൻ്റൽ ഫംഗ്ഷനാണ്. പെയിൻ പെർസെപ്ഷൻ സെൻസറി ആണ്. വോളണ്ടറി മസിൽ കൺട്രോൾ മോട്ടോർ കൺട്രോളിൻ്റെ ഭാഗമാണ്. Question number 23. Broca's area is situated in which lobe of the brain? Option A frontal lobe, option B parietal lobe, option C temporal lobe and option D occipital lobe. ബ്രോക്കാസ് ഏരിയ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഫ്രണ്ടൽ ലോബ് ഓഫ് ദ ബ്രെയിൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ പിക്ചറിൽ ഫ്രണ്ടൽ ലോബ് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പിക്ചറിൽ ഫ്രണ്ടൽ ലോബിൽ ഒരു ലോവർ ആംഗിളിൽ ബ്രോക്കാസ് മോട്ടോർ സ്പീച്ച് ഏരിയ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മസിൽ മൂവ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സ്പീച്ച് ആണ് ബ്രോക്കാസ് ഏരിയ മെയിൻലി കോർഡിനേറ്റ് ചെയ്യുക. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഫ്രണ്ടൽ ലോബ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഹിയറിംഗ് ഏരിയ ഇൻ ദ ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഓപ്ഷൻ എ ഫ്രണ്ടൽ ലോബ്, ഓപ്ഷൻ ബി പെറൈറ്റൽ ലോബ്, ഓപ്ഷൻ സി ടെമ്പോറൽ ലോബ്, ഓപ്ഷൻ ഡി ഓക്സിപിറ്റൽ ലോബ്. ഹിയറിങ്ങിൻ്റെയും സ്മെല്ല്, ടേസ്റ്റ് തുടങ്ങിയിട്ടുള്ള സെൻസേഷനുകളുടെയും ഏരിയാസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ടെമ്പറൽ ലോബിലാണ്. ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ടെമ്പറൽ ലോബ്. അതുപോലെ തന്നെ ഓക്സിപിറ്റൽ ലോബിലാണ് വിഷ്വൽ ഏരിയ ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഹിയറിംഗ് ഏരിയ ഓഫ് ദ ബ്രെയിൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ടെമ്പറൽ ലോബ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 25. The brain area helps to understand the spoken words intelligently is option A Broca's area, option B Wernicke's area, option C temporal area, option D none of the above. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വെർണിക്കാസ് ഏരിയ എന്നുള്ളതാണ്.
ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും. വെർണിക്കേഴ്സ് സെൻസറി സ്പീച്ച് ഏരിയ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ടെമ്പറൽ ലോബിലാണ്. വെർണിക്കേഴ്സ് ഏരിയയും ബ്രോക്കാസ് ഏരിയയും കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, റൈറ്റ് ഹാൻഡഡ് പേഴ്സൺസിലാണെങ്കിൽ ഈ ഏരിയ ലെഫ്റ്റ് ഹെമിസ്ഫിയറിലായിരിക്കും ഡൊമിനൻ്റ് ആയിട്ട് ഉണ്ടാവുക. അതുപോലെ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺസിൽ റൈറ്റ് ബ്രെയിൻ ഹെമിസ്ഫിയറിലായിരിക്കും ഈ ഏരിയ ആക്റ്റീവായിട്ടുണ്ടാവുക. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വെർണിക്കസ് ഏരിയ എന്നുള്ളതാണ്. Question number 26. Fine control of complex body movements are controlled by option A, thalamus, option B, hypothalamus, option C, basal ganglia, and option D, cerebrum. ഫൈനർ ആയിട്ടുള്ള കോംപ്ലെക്സ് ബോഡി മൂവ്മെൻറ്റ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യുന്നതും ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ലേൺഡ് ആയിട്ടുള്ള കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ലൈക്ക് ഇപ്പം ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ബോഡി മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചെടുക്കുന്ന, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയും നിയന്ത്രിക്കുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ബേസൽ ഗാംഗ്ലിയയ്ക്ക് ഉണ്ടാകുന്ന ഡാമേജ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി മോട്ടോർ മൂവ്മെൻറ്റ്സിൻ്റെ അൺകോർഡിനേറ്റഡ് ആക്ടിവിറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നു. മൂവ്മെൻറ്റ്സ് ജർക്കിയായി മാറാം, ക്ലംസിയായി മാറാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബേസൽ ഗാംഗ്ലിയ എന്നുള്ളതാണ്. Question number 27. Which brain structure is known as relay station? Option A, thalamus, option B, hypothalamus, option C, basal ganglia, and option D, midbrain. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തലാമസ് എന്നുള്ളതാണ്. കോർപ്പസ് കലോസം, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ ഹെമിസ്ഫിയേഴ്സിനെ ബന്ധപ്പെടുത്തുന്ന നെർവ് ഫൈബേഴ്സ് ആണ് കോർപ്പസ് കലോസം. ഇതിന് തൊട്ട് താഴെയായിട്ടാണ് തലാമസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഓക്യുപ്പൈ ചെയ്യുക. വിസറൽ ഓർഗൻസിൽ നിന്നും, സ്കിന്നിൽ നിന്നും, സ്പെഷ്യൽ സെൻസ് ഓർഗൻസിൽ നിന്നും വരുന്ന സെൻസറി ഇൻപുട്ടുകളെ റിലേ ചെയ്യുകയും സെറിബ്രൽ കോർട്ടെക്സിൻ്റെ പല ഭാഗങ്ങളിലേക്ക്, അതായത് അതിൻ്റെ ഫങ്ഷണൽ ഏരിയകളിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഫങ്ഷനാണ് തലാമസ് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. വിച്ച് ബ്രെയിൻ സ്ട്രക്ചർ ഈസ് നോൺ ആസ് റിലേ സ്റ്റേഷൻ? റിലേ സ്റ്റേഷനായിട്ട് വർക്ക് ചെയ്യുന്ന ബ്രെയിൻ സ്ട്രക്ചർ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, തലാമസ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. Question number 28. The hypothalamus works closely with which gland to control endocrine system? Option A, pineal gland, option B, pituitary gland, option C, pancreas, and option D, thyroid gland. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ഹൈപ്പോതലാമസിനോട് ചേർന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബുമായിട്ടാണ് ഹൈപ്പോതലാമസ് നെർവ് ഫൈബേഴ്സും വേരിയസ് ബ്ലഡ് സർക്കുലേഷൻസ് ആയിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് തന്നെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോൺസിൻ്റെ സെക്രീഷനുമായി ബന്ധപ്പെട്ട് ഹൈപ്പോതലാമസ് അതിൻ്റെ ഔട്ട്പുട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നുള്ളതാണ്. Question number 29. Feeling of being satisfied after eating is regulated by option A, midbrain, option B, medulla oblongata, option C, hypothalamus, option D, thalamus. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ആ ഒരു ഫീലിങ്ങിനെ സെറ്റൈറ്റി എന്നുള്ള വാക്കുകൊണ്ടാണ് വിളിക്കുക. ഹൈപ്പോതലാമസ് ആണ് ഈ ഒരു സെറ്റൈറ്റി ഫീലിങ്ങിന് കാരണമാകുന്നത് അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ബോഡിയിലെ വാട്ടർ ബാലൻസ്, ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ, സെക്ഷൽ ബിഹേവിയേഴ്സ് ലൈക്ക് മേറ്റിംഗ് ആൻഡ് ചൈൽഡ് റിയറിംഗ്, സിർക്കാഡിയം റിതം ഓർ ബയോളജിക്കൽ ക്ലോക്ക്. എക്സാമ്പിൾ അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുക ചില ഹോർമോണുകളുടെ സെക്രീഷൻ, സ്ലീപ്പ്, വേക്കിംഗ് സൈക്കിൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതിൻ്റെ റെഗുലേഷൻ, ഇതെല്ലാം ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷനായിട്ട് കാണാം. ഈ ഓരോന്നും നമുക്ക് ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പറ്റൈറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ആര്, തേഴ്സ്റ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗൻ ഏത്, ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന ബ്രെയിൻ സ്ട്രക്ചർ ഏത്, ഇങ്ങനെയെല്ലാം നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെറ്റൈറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹൈപ്പോതലാമസ് എന്നുള്ളതാണ്. Question number 30.
The autonomic nervous system is part of option A, somatic nervous system, option B, peripheral nervous system, option C, parasympathetic nervous system, and option D, sympathetic nervous system. നെർവസ് സിസ്റ്റത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ബ്രെയിനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുക: സെറിബ്രം, സെറിബെല്ലം ആൻഡ് ബ്രെയിൻ സ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: സെൻസറി നെർവസ് സിസ്റ്റം എന്നും മോട്ടോർ നെർവസ് സിസ്റ്റം എന്നും പറയുന്നു. ഈ സെൻസറി നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിവിഷൻ ഫങ്ഷൻ ചെയ്യുക ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നുള്ള സെൻസേഷൻ, അത് എക്സ്റ്റേണൽ ഓർഗൻസ് ആയ സ്കിന്നാകാം, നോസാകാം, ഐസ് ആവാം, മറ്റ് സെൻസുകളിൽ നിന്നുള്ള സെൻസേഷൻ, അതുപോലെ തന്നെ വിസറൽ ഓർഗൻസ്, ബോഡിയുടെ ഉള്ളിലുള്ള ഓർഗൻസിൽ നിന്നുള്ള സെൻസേഷനെ ബ്രെയിനിലേക്ക്, സെറിബ്രൽ കോർട്ടെക്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സെൻസറി ഡിവിഷൻ്റെ ഫങ്ഷൻ. അതേസമയം മോട്ടോർ പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ മോട്ടോർ ഡിവിഷൻ ഫങ്ഷൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് വോളണ്ടറി നെർവസ് സിസ്റ്റമായിട്ടും ഫങ്ഷൻ ചെയ്യുന്നു, രണ്ട് ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റമായിട്ടും ഫങ്ഷൻ ചെയ്യുന്നു. വോളണ്ടറി എന്ന് പറയുന്നതിന് സൊമാറ്റിക് എന്നും നമ്മൾ വിളിക്കുന്നു. വോളണ്ടറി എന്ന് പറയാൻ കാരണം എസ്പെഷ്യലി ലാർജ് മസിൽസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്, നമ്മളുടെ കോൺഷ്യസോടുകൂടി അല്ലെങ്കിൽ വിൽ പവറോടുകൂടി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന മസിൽ മൂവ്മെൻറ്റ്സിനെയാണ് വോളണ്ടറി ഡിവിഷൻ അതിൽ ടേക്ക് പാർട്ട് ചെയ്യുക. ഇൻവോളണ്ടറി ആയിട്ടുള്ളതിനെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ ഇൻവോളണ്ടറി ഫംഗ്ഷനിൽ മെയിനായിട്ടും വരുന്നത് രണ്ട് കാര്യങ്ങളാണ്: സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. ഇവിടെ ഇൻവോളണ്ടറി നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനിൽ വരുന്നത് പ്രത്യേകിച്ചും നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്ത ചില ഓർഗൻസ്, പെരിസ്റ്റാലറ്റിക് മൂവ്മെൻറ്റ്, ബവൽസിൻ്റെ മൂവ്മെൻറ്റ്സ്, ഹാർട്ടിൻ്റെ ബീറ്റ്, ബ്ലഡ് വെസൽസിൻ്റെ സൈസുകളുടെ വ്യത്യാസം, ബ്രീതിങ് മസിൽസിൻ്റെ ആക്ടിവിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ് റെഗുലേറ്റ് ചെയ്യുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഏത് പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റം ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്.